അപ്പോൾ മുൻ MLA ഗീതാ ഗോപി മാധ്യമങ്ങളെ കാണും തത്സമയം. ഒരു പ്രശ്നമില്ല. അല്ല, എനിക്ക് അതിനൊരു അവസരം ടൈം കിട്ടിയിട്ടില്ല. എന്തായാലും പാർട്ടി എന്താണ് പറയുന്നത് അതിനനുസരിച്ച് പോകാൻ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പാർട്ടി ആണ് നടത്തുക. അതിനേക്കാൾ കൂടുതൽ പാർട്ടിയാണ് അതിനുള്ള ശ്രമം നടത്തുക. എനിക്കൊന്നുമില്ല എതിരഭിപ്രായം. വർഷങ്ങളായി വിജയിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ ഒരു വലിയ പ്രതിസന്ധിയാണ് മുകുന്ദേട്ടന്റെ പ്രതികരണത്തിലൂടെ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ നമ്മൾ. പക്ഷെ നാട്ടിയുടെ ഒരു ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി, അതിൻ്റെ മുന്നേ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ഇവിടെ MLA ആക്കിയതിന് ശേഷം ഇപ്പോൾ 5 വർഷം പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ ഇവിടുത്തെ MLA ആയിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവിടില്ല എന്നുള്ളതാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെയാണ് ഇവിടുത്തെ ജനാവലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നതാണ്. ഞാനങ്ങനെ പ്രതീക്ഷിക്കണില്ല. കാരണം വളരെ പാരമ്പര്യമുള്ള ഈ പാർട്ടി, ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ സൂചിപ്പിച്ച പോലെ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉറച്ച കോട്ടയാണ്. ജനങ്ങൾ എന്തായാലും അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രതീക്ഷ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പേയ്മെന്റ് സീറ്റ് എന്നുള്ളതാണ് ആരോപണമായി വന്നിരിക്കുന്നത്. നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പേയ്മെന്റ് സീറ്റിന് പണം നൽകിയാണ് ഇവിടെ സീറ്റ് സമ്പാദിച്ചതെന്നുള്ള ആരോപണത്തോടെ എൻ്റെ പാർട്ടി അതിനൊരു മറുപടി നൽകി എന്നിപ്പോൾ സൂചിപ്പിച്ചു. ആ മറുപടി തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം, പിന്തുണ വേണം. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും എല്ലാവരും കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.